നല്ല നിലപാട് ഡോക്ടർ ബി ജയരാജ്. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീജിത്ത് പണിക്കർ ഇടപെട്ട ഒരു വിഷയമാണ് ഈ പൃഥ്വിരാജ് സുകുമാരൻ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പറയുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ബോഡാഡി എന്ന സിനിമയുടെ സെറ്റിൽ നടന്ന സംഭവത്തിൽ അദ്ദേഹം മുഖം തിരിച്ചു നിന്നു എന്നുള്ള കാര്യം. അത് മാത്രമല്ല, എമ്പുരാൻ എന്ന അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയിലും സഹസംവിധായകനായി ഇതേ മൻസൂർ റഷീദ് തന്നെ വന്നിരുന്നു. അതിനെക്കുറിച്ച് ആ നടി തന്നെ പറയുന്നുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ ഈ സംഭവം അറിഞ്ഞിരുന്നോ എന്ന്. അവരുടെ വാക്കുകളിലേക്ക് തന്നെ പോകാം. പൃഥ്വിരാജ് അറിഞ്ഞ പൃഥ്വിരാജ്, അതായത് ഈ സിനിമ ഞാൻ കേസ് കൊടുത്ത സമയത്ത് ഞാൻ ആദ്യം ഫെബ്കേനെയാണ് പറയുന്നത്. പക്ഷെ ഫെബ്കേന്ന് എനിക്കൊരു നടപടി ഉണ്ടായില്ല. അപ്പോഴും പൃഥ്വിരാജിന്റെ എമ്പുരാന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു ലേ ലഡാക്കിൽ വെച്ച്. അപ്പൊ ആ ഷൂട്ടിൽ ഈ വ്യക്തി പിന്നെയും പോയി. അപ്പൊ പൃഥ്വിരാജ് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. പൃഥ്വിരാജിന്റെ ഫില്ലേഴ്സ് എന്നും പറഞ്ഞൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അപ്പൊ മൻസൂർ റഷീദിനെ ഞാൻ പിന്നെയും ഫോട്ടോയിൽ കണ്ടതനുസരിച്ച് ഞാന് പിന്നെയും കോണ്ടാക്ട് ചെയ്ത് അന്ന് ഈ ബ്രോഡാഡിയുടെയും അതേപോലെ തന്നെ ഈ സിനിമയുടെയും ചീഫ് അസോസിയേറ്റ് ഒരാൾ തന്നെയാണ്. അപ്പൊ ആ ചീഫ് അസോസിയേറ്റിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ സാറ് മാത്രമാണ് ഈ സിനിമയിൽ എന്നെ ഹെൽപ്പ് ചെയ്തത്. എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് പറയാൻ ആ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. പിന്നെ അതായത് പൃഥ്വിരാജിന്റെ മാനേജറിന്റെ അടുത്ത് പറഞ്ഞു, പൃഥ്വിരാജ് അറിഞ്ഞു. അത് കഴിഞ്ഞ് ചീഫ് അസോസിയേറ്റ് പറഞ്ഞിട്ട് അന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് ഞാൻ അറിഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എന്നെ ഭീഷണിപ്പെടുത്തി. എനിക്കിത് പുറത്ത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം എന്റെ ഫോട്ടോസ് അയക്കും, എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തും. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡ് ഉണ്ട് എന്റെ കൂടെ. അപ്പൊ ഞാൻ ഇതൊന്നും ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. എമ്പുരാന്റെ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടില്ല. എമ്പുരാന്റെ ലൊക്കേഷനിൽ ഈ വ്യക്തി മൻസൂർ റഷീദ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ, പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ ബർത്ത്ഡേയുടെ സമയത്ത് എമ്പുരാന്റെ പൃഥ്വിരാജിന്റെ ഫില്ലേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശ്രീജിത്ത് പണിക്കർ, താങ്കൾ ഈ വിഷയത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ